രാവിലെ എണീറ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്ന പോലെ ഒരു കാഴ്ച. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ കണ്ടതാണ് കേട്ടോ. അങ്ങനെ മണ്ണിലിങ്ങനെ ചെറിയ ചെറിയ കുഴികൾ, ഇത് ഇങ്ങനെ മാന്തി നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ കുഴിയാനകളൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ മാന്തി നോക്കിയിട്ടൊന്നുമില്ല. കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുക മാത്രമാണ് കേട്ടോ ചെയ്തത്. പിന്നെ മക്കൾക്കൊക്കെ കാട്ടിക്കൊടുത്താൽ പിന്നെ അതിൽ ഫുള്ള് മണ്ണുകളിയായിരിക്കും. അതുകൊണ്ട് അവർക്കൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങനെ മുറ്റത്തു കൂടെയൊക്കെ ഇറങ്ങി നടന്നു. ഈ സമയത്ത് ഇതുകൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ടുള്ള കാലാവസ്ഥ. ഇന്ന് ഈ ഭാഗത്തുള്ള കുമ്പളങ്ങയും വെള്ളരിക്കയും ഒക്കെ നല്ലത് നോക്കി പറിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ കാട് ഒഴിവാക്കാൻ പോകാൻ കേട്ടോ. അങ്ങനെ ബാക്ക് സൈഡിൽ ഈ കളച്ച് കാണുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ട്രാക്ടർ പൂട്ടിയിട്ടിട്ട് പോയതാണ്. ഇന്ന് ഇപ്പോൾ ഈ വെള്ള പൂക്കൾ ഇങ്ങനെ കാണുന്നില്ലേ, ആ സ്ഥലം കൂടി ട്രാക്ടർ വന്നിട്ട് പൂട്ടാൻ പോകാൻ കേട്ടോ. ഈ വെള്ള പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് കയ്യിലെടുത്താൽ സ്മെല്ല് ഒട്ടും കൊള്ളൂല കേട്ടോ. ഒരു വൃത്തികെട്ട സ്മെല്ലെന്ന് തന്നെ പറയാം. സ്മെല്ല് കയ്യിലൊക്കെ ആയാൽ അത് കയ്യിൽ നിന്നൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ പൂക്കൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലെങ്കിലും പൂക്കൾ കാണാനുള്ള ഭംഗി കൊണ്ട് ഞാനിതിങ്ങനെ ചെറിയ ചെറിയ പൂക്കളല്ലേ, അതുകൊണ്ട് ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഒരു ബൊക്ക പോലെയൊക്കെ ആക്കിയെടുക്കാറുണ്ട് കേട്ടോ. ഈ പൂവ് കാണാൻ അടുത്ത് പോയാൽ ഇങ്ങനെയാണ് ഉണ്ടാവാറ്. ഇതിന്മേൽ ചെറിയൊരു കായ് ഉണ്ടാവും, വെള്ള കളറായിട്ടുള്ള പൂവും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ബൊക്കെ ആക്കിയാലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ സ്മെല്ല് അത് തീരെ കൊള്ളൂല. അങ്ങനെ പിന്നെ കുറച്ച് വാഴൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ റൂമിൽ തന്നെ തിരിച്ചു വന്നു കേട്ടോ.